പോലീസുകാർക്കെതിരെ പരാതിയുണ്ടോ എങ്കിൽ ഇനി QR കോഡ് സ്കാൻ ചെയ്ത് പരാതി നൽകാം. മലപ്പുറം ജില്ലയിലും തിരൂർ സിറ്റിയിലുമാണ് തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാകുക. പദ്ധതി മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു. പരാതികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ലഭിക്കുക. വൈകാതെ പരാതിയിൽ നടപടിയുണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ നൽകുന്ന വിവരം. പോലീസുമായി ഇടപെടൽ നടത്തുമ്പോൾ മോശം അനുഭവം ഉണ്ടാകാറുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതിനെതിരെ പരാതി എവിടെ നൽകുമെന്നറിയാതെ സംഭവം വിട്ടുകളയാറാണ് പതിവ്. എന്നാൽ ഈ പതിവുകൾക്കെല്ലാം ഇനി പരിഹാരമാകുകയാണ്. പരാതി എവിടെ നൽകുമെന്നറിയാതെ ഇനി പ്രയാസപ്പെടേണ്ട. പോലീസിന്റെ പെരുമാറ്റത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഓൺലൈനായി പരാതി നൽകാം. QR കോഡ് സ്കാൻ ചെയ്താണ് ഇനി ഓൺലൈനായി പരാതി നൽകാൻ കഴിയുക. പദ്ധതി മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു. ഓരോ സ്റ്റേഷന്റെ ചുമരിലും QR കോഡ് പതിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നൽകുന്ന പരാതികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ലഭിക്കുക. അതിനാൽ വൈകാതെ പരാതിയിലും നടപടിയുണ്ടാകും. പോലീസിൽ നൽകുന്ന പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെങ്കിലും ഓൺലൈൻ വഴിയും ഇത്തരം പരാതികൾ നൽകാനും ഇനി മുതൽ കഴിയും. പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി S. ശശിധരന്റെ വിലയിരുത്തൽ. മലപ്പുറം ജില്ലയിലെ ഒരു പുതിയ സംവിധാനം എല്ലാ പോലീസ് സ്റ്റേഷനുകളും നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആണിപ്പോൾ ഇവിടെ ഈ മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഒഫീഷ്യൽ ഇനോഗ്രേഷനാണ് ആ പദ്ധതിയുടെ. മറ്റൊന്നല്ല, അവിടെ സ്റ്റേറ്റ് പോലീസ് ചീഫ് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറുന്നുണ്ടെന്നും ഒരു പരാതിക്ക് പ്രോപ്പറായിട്ട് റെസീപ്റ്റ് നൽകുന്നുണ്ട്, പരാതി അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ FIR ഇട്ട് കഴിഞ്ഞാൽ FIRന്റെ കോപ്പി പരാതിക്കാരൻ നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആയത് ഉറപ്പുവരുന്നതിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു QR കോഡ്, അത് പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് വയ്ക്കും. പദ്ധതി വൈകാതെ സംസ്ഥാനം മുഴുവനും വ്യാപിപ്പിക്കാനാണ് തീരുമാനം. മലബാർ ടൈംസ്, മലപ്പുറം.